ഇറങ്ങിപ്പോവും കേട്ടോ. എന്റെ വഫാത്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്റെ മദ്ഹബ് വിട്ട് മാലിക്കി മദ്ഹബിലേക്ക് പോകും. നാലാമതായി എന്നെ കൊള്ള നോക്കിയിട്ട് പറഞ്ഞു, റബീ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, റബീ റളിയല്ലാഹു അൻഹു പറയാണ്, അമ്മാ അൻത യാ റബീ, ഓ റബിയേ, ഫഅൻത അൻഫഉഹും ലീ ഫീ നശ്രിൽ കുതുബി, എന്റെ കിതാബുകൾ ലോകത്ത് പ്രചരിപ്പിക്കുന്ന കാര്യത്തിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന ഉപകാരം ലഭിക്കുന്ന ആള് നിങ്ങളായിരിക്കും റബിയേ. ഈ പറഞ്ഞ സംഭവം അതേപോലെ തന്നെ നടന്നു. ശാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന് ശേഷം ഇമാം ബുവൈത്തി റളിയല്ലാഹു അൻഹു അവിടുത്തെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ വലിയ മഹാനാണ്. ശാഫി ഇമാം റളിയല്ലാഹു അൻഹു ഇരുന്ന സ്ഥലത്ത് പിന്നീട് ഇരുന്ന് ദർസ് നടത്തിയ മഹാനവറുകളാണ്. അങ്ങനെ ദർസ് നടത്താൻ ശാഫി ഇമാം തങ്ങൾ തന്നെ അംഗീകാരം കൊടുത്തതുമാണ്. അങ്ങനെ ബഹുമാനപ്പെട്ടവർ അവിടെ ഇരുന്ന് ദർസ് നടത്തി ധാരാളം ഇൽമ് പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നു. പക്ഷേ അവിടെ ഇരുന്ന് അങ്ങനെ ഇൽമ് പ്രചരിപ്പിക്കുമ്പോ ബഹുമാനപ്പെട്ട ശാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന് അവിടെ ആ പ്രദേശത്ത് വന്നപ്പോൾ സർവ്വ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തൊരു കുടുംബം ഞാൻ പറഞ്ഞല്ലോ. ആ കുടുംബത്തിൽപ്പെട്ട ശിഷ്യനാണ് മുഹമ്മദ് അബ്ദുല്ലാഹി ഇബ്നു അബ്ദുൽ ഹക്കം എന്ന് പറയുന്ന ആള്. ആ ശിഷ്യനോടായിരുന്നു പറഞ്ഞത്, ബാപ്പാന്റെ മദ്ഹബിലേക്ക് നീ തിരിച്ചു പോകുമെന്ന് പറഞ്ഞത്. ഈ ശിഷ്യൻ വാദിച്ചു, ശാഫി ഇമാം ഇരുന്ന സ്ഥലത്ത് ദർസ് നടത്താനിരിക്കേണ്ടത് ഞാനാണ്, എന്റെ ബാപ്പയാണല്ലോ സൗകര്യം ചെയ്തു കൊടുത്തത്, എന്റെ കുടുംബമല്ലേ സൗകര്യം ചെയ്തു കൊടുത്തത്, അതുകൊണ്ട് ഞാനാണ് അവിടെ ഇരുന്ന് പകരം ദർസ് നടത്തേണ്ടതെന്ന് വാദിച്ചു. അങ്ങനെ വാദിച്ചപ്പോൾ ശാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യൻ ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദ് കൂടിയായ ഞാൻ നേരത്തെ പറഞ്ഞ ബഹുമാനപ്പെട്ട ഇമാം ഹുമൈദ് റളിയല്ലാഹു അൻഹു ചെന്നിട്ട് പറഞ്ഞു, അല്ല, നിങ്ങളല്ല. കാരണം ശാഫി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, ലൈസ അഹദുൻ അഖബ മജ്ലിസി മിൻ യൂസുഫുൽ ബുവൈത്തി എന്ന് പറയുന്ന എന്റെ ശിഷ്യൻ ബുവൈത്തി അല്ലാതെ മറ്റാരും എന്റെ മജ്ലിസിൽ നിന്ന് ദർസ് നടത്താൻ അർഹനില്ലെന്ന് ശാഫി ഇമാം റളിയല്ലാഹു അൻഹു നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ ബുവൈത്തിയെ പോലെ കൂടുതൽ വിവരമുള്ള ഒരാൾ എന്റെ ശിഷ്യന്മാരിൽ ഇല്ലെന്നും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ വിവരമുള്ള ശാഫി ഇമാം റളിയല്ലാഹു അൻഹു തന്നെ സ്ഥാനം പകവെച്ചു കൊടുത്തിട്ടുള്ള ആ മഹാനാണ് അവിടെ ഇരുന്ന് ദർസ് നടത്തേണ്ടതെന്ന് പറഞ്ഞപ്പോ ഈ ഇബ്നു അബ്ദുൽ ഹക്കം എന്ന് പറയുന്ന ശിഷ്യൻ പറഞ്ഞു, കലബത്തങ്ങൾ പറഞ്ഞ കള്ളത്തരാണ്. അപ്പോ സുബ്ഹാനല്ലാഹ് അവിടെ ഒരു തർക്കം നടന്നു. ആ തർക്കത്തിന്റെ അടിസ്ഥാനത്തിൽ എന്നാ പിന്നെ ഞാൻ ഷാഫി മദ്ഹബിൽ ഇല്ല എന്നും പറഞ്ഞ് മൂപ്പര് ഷാഫി മദ്ഹബിൽ നിന്ന് രാജിവെച്ചിട്ട് മാലിക്കി മദ്ഹബിലേക്ക് മടങ്ങിപ്പോയി. അതായിരുന്നു നേരത്തെ തന്നെ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു മുൻകൂട്ടി പ്രഖ്യാപിച്ചത്. ഓ മോനെ മുഹമ്മദേ, എന്റെ ബാപ്പാന്റെ മദ്ഹബിലേക്ക് തന്നെ നീ മടങ്ങിപ്പോകുമെന്ന് നേരത്തെ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പ്രഖ്യാപിച്ചതായിരുന്നു. പക്ഷേ മടങ്ങിപ്പോയതിനു ശേഷം ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ് എല്ലാ ഇൽമും പഠിച്ച് മനസ്സിലാക്കിയത് ഈ ശിഷ്യൻ. പക്ഷേ അങ്ങനെ മടങ്ങിപ്പോയിട്ട് മാലിക്കി മദ്ഹബ് അനുസരിച്ച് ജീവിക്കുകയും മാലിക്കി മദ്ഹബ് പ്രചരിപ്പിക്കുകയും ചെയ്താൽ ഒരു കുഴപ്പവുമില്ലായിരുന്നു. കാരണം മാലിക്കി മദ്ഹബിന് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു എതിരല്ല. മാലിക്കി മദ്ഹബും ഒരു ശരിയായ മദ്ഹബാണ്. പക്ഷേ അദ്ദേഹം ഒരു കിതാബ് എഴുതിയ കിതാബിന്റെ പേര് വളരെ മോശമായി പോയി. അർറദ്ദു അല ഷാഫി ഫീമാ ഖാലഫ ഫീൽ കിതാബ വസ്സുന്ന എന്നായിരുന്നു അതിന്റെ പേര്. അത് ഷാഫി ഇമാമിനോട് അദബ് കേടുള്ള ഒരു കിതാബായി പോയി. കിതാബിന്റെ പേര് ഷാഫി ഇമാമിനോട് അദബ് കേടുള്ള ഒരു പേരായി പോയി. ഉസ്താദുമാരിൽ നിന്ന് മാറിയിട്ട് മറ്റൊരു മദ്ഹബിലേക്ക് നീങ്ങിയാലും സുബ്ഹാനല്ലാഹ് ഉസ്താദിന്റെ മനസ്സ് വേദനിപ്പിക്കുന്ന പേരിടാൻ പാടില്ലല്ലോ. ആ പേരിട്ട കാരണത്താൽ തന്നെ അദ്ദേഹത്തിന്റെ വിശ്വാസത്തിലും കർമ്മത്തിലും പിന്നീട് ചില പാളിച്ചകൾ സംഭവിച്ചു പോയി എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. അദബേട് വന്നതിന്റെ പേരിൽ അതാ ദീനീയ വിഷയത്തിൽ തന്നെ അദ്ദേഹത്തിന് അതാ മറ്റുള്ള ശിഷ്യന്മാർക്കുള്ള ഭാഗ്യം ലഭിച്ചില്ല. ഇരിക്കട്ടെ സഹോദരന്മാരെ, അത് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതായിരുന്നു. ഇതുപോലെ മുസനി റളിയല്ലാഹു അൻഹുവിന് അല്ലാഹു സാമ്പത്തിക ശേഷി കൊടുത്തിട്ടുള്ള ഒരുപാട് ദീനീ പ്രവർത്തനം മഹാനവറുകൾ ചെയ്തിട്ടുമുണ്ട്. ബഹുമാനപ്പെട്ട റബീ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവരുടെ കിതാബ് നിങ്ങൾ ഇപ്പോൾ കിതാബുൽ എടുത്തു നോക്കൂ, മറ്റ് കിതാബുകൾ എടുത്തു നോക്കൂ. അഖ്ബറന റബീഉ എന്ന് പറഞ്ഞിട്ട് റബീ റളിയല്ലാഹു അൻഹുവിന്റെ റിപ്പോർട്ടായിട്ടാണ് ഷാഫി ഇമാമിന്റെ കിതാബ് ലോകത്ത് പ്രചരിപ്പിക്കാനുള്ള വലിയ ഭാഗ്യം ലഭിച്ചത് റബീ റളിയല്ലാഹു അൻഹുവിനാണ്. സഹോദരന്മാർ മനസ്സിലാക്കണം, ഈ ശിഷ്യന്മാർ അവര് അതാ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ നേതാക്കന്മാരായി അവരതാ വലിയ സേവനം പിന്നീട് ചെയ്തു. ഇനി ഇവിടെ ഞാൻ മുത്തഅല്ലിമീങ്ങൾക്ക് വേണ്ടി ഒരു കാര്യം പറയട്ടെ. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ഇൽമു പ്രചരിപ്പിക്കുന്ന രംഗത്ത്
ഏറ്റവും വലിയ സ്ഥാനം കൈവരിച്ച റബീ റളിയല്ലാഹു അൻഹു ഒരു പള്ളിയിലെ മുഅദ്ദിനായിരുന്നു കേട്ടോ. ബാങ്ക് വിളിക്കുന്ന ആളായിരുന്നു. ചിലർക്കൊരു ധാരണയാണ് അതാ ബിരുദമെടുത്താൽ പിന്നെ ബാങ്ക് കൊടുക്കാൻ പറ്റൂ. ചിലർക്ക് അങ്ങനെ ഒരു ധാരണയാണ്. ബാങ്ക് കൊടുക്കുക എന്നത് വളരെ ബഹുമാനമുള്ള ഒരു അമലാണ്. ബഹുമാനപ്പെട്ട ശാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യൻ റബീ റളിയല്ലാഹു അൻഹു ഒരു പള്ളിയിലെ മുഅദ്ദിനായിരുന്നു. അതുകൊണ്ട് ബഹുമാനപ്പെട്ടവരുടെ പേര് പറയുമ്പോൾ തന്നെ പറയാറുള്ളത് അതാ സാഹിബുഹു ഖാദിമു റബീ ഇബ്നു സുലൈമാനിൽ മുറാദിൽ മുഅദ്ദിൻ എന്ന് മുഅദ്ദിൻ എന്ന് കൂട്ടിയിട്ടാണ് ബഹുമാനപ്പെട്ടവരുടെ പേര് തന്നെ പറയാറുള്ളത്. ആ മഹാനവറുകളുടെ റിപ്പോർട്ടാണ് ശാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ഗ്രന്ഥത്തിൽ ഏറ്റവും പരിഗണിക്കപ്പെടാറുള്ള റിപ്പോർട്ട്. ഇരിക്കട്ടെ, അങ്ങനെ 4 പ്രധാനപ്പെട്ട ശിഷ്യന്മാർ ഈജിപ്തിൽ ബഹുമാനപ്പെട്ട ഇമാം ശാഫി റളിയല്ലാഹു തആല തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ ശാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ ഇന്നും അന്നും സിയാറത്ത് ചെയ്യപ്പെടുകയും ബറക്കത്തെടുക്കപ്പെടുകയും ചെയ്യുന്ന ഖബറാണ്. ആ ഇമാം ശാഫിഈ റളിയല്ലാഹു തആല തങ്ങളുടെ ശിഷ്യനായ ഇമാം ബുവൈത്ത് റളിയല്ലാഹു അൻഹുവിനെ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദ തുറന്നു പറഞ്ഞപ്പോൾ അന്ന് ഭരണാധികാരികളിൽ സ്വാധീനമുള്ള സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി ജയിലിൽ കിടത്തിയിട്ട് ജയിലിൽ നിന്ന് കൈക്കും കാലിലുമൊക്കെ ചങ്ങലക്കിടപ്പെട്ട നിലക്കായിരുന്നു ഇമാം ബുവൈത്ത് റളിയല്ലാഹു അൻഹുവിന്റെ മരണമുണ്ടായിരുന്നത്. അത് ശാഫി ഇമാം റളിയല്ലാഹു അൻഹു മുൻകൂട്ടി പ്രഖ്യാപിച്ചതായിരുന്നു. വലിയ സ്ഥാനമുള്ള പണ്ഡിതനാണ് ഇമാം ബുവൈത്ത് റളിയല്ലാഹു അൻഹു. ശാഫി ഇമാം റളിയല്ലാഹു അൻഹുവിനെ ഈജിപ്തിൽ കൈറോവിൽ അതാ നേരത്തെ ഞാൻ പറഞ്ഞ സ്ഥലത്ത് മറവ് ചെയ്യപ്പെട്ടു. അവിടെ പടുകൂറ്റൻ ജാറമുണ്ട് ശാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്. ആ ജാറത്തെ സംബന്ധിച്ച് ഇമാം നബവി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. ശാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ജാറത്തിന്റെ ഖുബ്ബ, ആ ഖുബ്ബ ഏകദേശം ഒരു കപ്പലിന്റെ രൂപത്തിലുള്ള ആകൃതിയിലായിരുന്നതുണ്ടായിരുന്നത്. ആ ഖുബ്ബ ഇന്നും യഥാർത്ഥത്തിൽ അവിടെ വലിയ ഖുബ്ബയും ജാറവും നിൽക്കുന്നുണ്ട്. ഈ സാധുവായ ഞാനത് നേരിൽ കണ്ടിട്ടുണ്ട്. ഇരിക്കട്ടെ സഹോദരന്മാരെ, ആ ജാറത്തെ സംബന്ധിച്ച് ഇമാം നബവി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. ശാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വത്തിന്റെ മേൽ അറിയിക്കുന്ന നിലക്കാണ് അവിടുത്തെ ഖബറിന്റെ മേലെയുള്ള ആ പ്രവർത്തനങ്ങൾ നടന്നതെന്ന് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ മഹാന്മാരുടെ ജാറത്തിന് ഖുബ്ബ നിർമ്മിക്കുന്നത് നബവി ഇമാം റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള പണ്ഡിതന്മാർ അത് അംഗീകരിച്ചതാണ്. ശാഫിഈ മദ്ഹബിൽ അത് പുണ്യകർമ്മമാണെന്ന് ശാഫിഈ മദ്ഹബിലെ ഏറ്റവും പ്രബലമായ ഗ്രന്ഥമായ അതേ നിഹായയിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. തുഹഫയിൽ പറഞ്ഞിട്ടുണ്ട്. മഹാന്മാരുടെ ജാറത്തിന് ഖുബ്ബയുണ്ടാക്കുന്നത് തെറ്റാണെന്ന് പറയുന്നത് ശാഫിഈ മദ്ഹബിനെതിരാണ് കേട്ടോ. ഇപ്പോൾ അതിലേക്ക് കടന്ന് ഞാൻ സംസാരിക്കുന്നില്ല. ഇരിക്കട്ടെ, അവിടെ ശാഫി ഇമാം റളിയല്ലാഹു അൻഹു പിന്നെ മറവ് ചെയ്യപ്പെട്ടതിന് ശേഷം അവിടെ ഒരു വലിയ സംഭവം ഉണ്ടായി. ആ സംഭവം പറഞ്ഞുകൊണ്ട് എന്റെ പ്രസംഗം ഞാൻ നിർത്തട്ടെ. ബഹുമാനപ്പെട്ട ശാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ മയ്യിത്ത് ഈജിപ്തിൽ നിന്ന് എടുത്തിട്ട് അതാ ഇറാഖിലേക്ക് കൊണ്ടുപോകാൻ, ബഗ്ദാദിലേക്ക് കൊണ്ടുപോകാൻ ഹിജ്റ 474 കൊല്ലം അവിടെ ഭരണം നടത്തുന്ന ഒരു മന്ത്രി തീരുമാനമെടുത്തു. ഈജിപ്തിൽ കിടക്കുന്ന ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ മയ്യിത്ത് ഖബറിൽ നിന്ന് എടുത്തു കൊണ്ടുപോകാൻ തീരുമാനമെടുത്തു. സുബ്ഹാനല്ലാഹ്, ഹിജ്റ 204 205 ആകുമ്പോഴേക്ക് ശാഫി ഇമാം റളിയല്ലാഹു അൻഹു വഫാത്തായിട്ടുണ്ട്. ആകെ 54 55 കൊല്ലമേ ലോകത്ത് ജീവിച്ചിട്ടുള്ളൂ. ആ ജീവിതകാലത്തിനിടയിൽ എത്രയാണ് ഇൽമു പ്രചരിപ്പിച്ചത്? മഹാനവറുകളെ മറവ് ചെയ്യപ്പെട്ടതിന് ശേഷം നിങ്ങൾ മനസ്സിലാക്കണം, 200-ലധികം കൊല്ലം കഴിഞ്ഞതിന് ശേഷം മഹാനവറുകളുടെ മയ്യിത്ത് ഈജിപ്തിൽ നിന്ന് എടുത്ത് ഇറാഖിലേക്ക് കൊണ്ടുപോകാൻ, ബഗ്ദാദിലേക്ക് കൊണ്ടുപോകാൻ ബഗ്ദാദിലുള്ള ഒരു ഭരണാധികാരി തീരുമാനമെടുത്തു. അങ്ങനെ ഈജിപ്തിലുള്ള അവിടെയുള്ള സൈന്യങ്ങൾക്ക് അദ്ദേഹം നിർദ്ദേശം നൽകി. മയ്യിത്ത് അവിടുന്ന് എടുത്ത് ഈജിപ്തിലേക്ക് കൊണ്ടുവരാനുള്ള നിർദ്ദേശം നൽകി. സുബ്ഹാനല്ലാഹ്, അതിനെ സംബന്ധിച്ച് ചർച്ച നടന്നപ്പോ ഈജിപ്തിൽ വലിയ ബഹളമായി, കുഴപ്പമായി. ശാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ മയ്യിത്ത് ഞങ്ങളെ നാട്ടിൽ നിന്ന് കൊണ്ടുപോകാൻ അനുവദിക്കുന്നില്ലെന്നൊരു കൂട്ടര് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, രാജാവിന്റെ പക്ഷത്തൊരു വിഭാഗം, മറുപക്ഷത്ത് മറ്റൊരു വിഭാഗം. ഈജിപ്തിൽ വലിയ പ്രശ്നങ്ങൾ നടന്നു. അങ്ങനെ പണ്ഡിതന്മാര് പലരും പല ചർച്ചകളും നടത്തി. അങ്ങനെ കുഴപ്പമാകുമെന്ന് കണ്ടപ്പോ ഈജിപ്തിലുള്ള ഗവർണർ ഭരണാധികാരിക്ക് ഇറാഖിലേക്ക് വിവരം കൊടുത്തു. ഇവിടെ പ്രശ്നമാണെന്ന് പറഞ്ഞപ്പോ തൽക്കാലം സദസ്സ് പിരിച്ചുവിട്ടു.